നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അഭ്യാസ പ്രകടനം എന്താണ് എന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഇറാനെ പിണക്കിക്കൊണ്ട് ആ കടലിടുക്കിലൂടെ ഏതെങ്കിലും ഒരു രാജ്യം ഇറാനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ അടിച്ച് വീഴ്ത്താൻ ഒരു രീതിയിലുള്ള ഒരു പുനർവിചിന്തനവും ഇറാന് എടുക്കേണ്ട കാര്യമില്ല. പ്രസിഡന്റായ മസൂദ് പെസക്സിയാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇറാന്റെ ശത്രുത അത് വാങ്ങി വെക്കുന്നവർ ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഉപരോധത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇറാനും ഇറാന്റെ സഖ്യകക്ഷികളും വളരെ വ്യക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു. വീണ്ടും ഒരു അപ്രഖ്യാപിത നിയന്ത്രണത്തിലേക്ക് ഇറാൻ മുന്നോട്ട് കുതിക്കുകയാണ്. വാസ്തവത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ഏതാനും ചില രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, എന്തിനധികം പറയുന്നു, ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ എതിർത്ത് പ്രത്യക്ഷത്തിൽ തന്നെ ഉക്രൈന് സൈനിക സഹായങ്ങൾ നൽകി വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ വരെ ഇറാൻ വളരെ വ്യക്തമായി തടഞ്ഞിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഏറ്റവും വലിയ സുഹൃത്ത് തന്നെയാണ്, ഉറ്റ സുഹൃത്ത് തന്നെയാണ്. ഒരുപക്ഷെ ഇറാന് ഈ ഒരു യുദ്ധ പോരാട്ടത്തിൽ ശക്തമായി നിൽക്കുമ്പോൾ അചഞ്ചലമായ നയങ്ങളുമായി വ്ളാഡിമിർ പുടിൻ എടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല എന്ന് ഖമനേയിയും അതുപോലെ മസൂദ് പെസക്സിയാനും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ വധിക്കുമ്പോഴും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടുമ്പോഴും റഷ്യ എടുത്തിരിക്കുന്ന പിന്തുണ, റഷ്യ വളരെ വ്യക്തമായി ആ ന്യൂക്ലിയർ സൈറ്റുകളെ സംരക്ഷിക്കാൻ എടുത്ത ആ ഒരു തീരുമാനം, അതിനെ ശിരസ വഹിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ നടപടികൾ കടുപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വളരെ വ്യക്തമായി ഇറാൻ നടത്തിവരുന്ന അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ അത് ഏറ്റവും വിജയകരമായി തുടരുന്നു. അമേരിക്കയുടെ ഒരു വെല്ലുവിളിയും അത് മുന്നോട്ട് പോകുന്നില്ല. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തകരുന്ന, അല്ലെങ്കിൽ അതൊക്കെ ദിശ മാറ്റേണ്ട സാഹചര്യം, 39ഓളം യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യം, ഇറാന് എതിരെ അമേരിക്ക നടത്തിയ പോരാട്ടം, വാസ്തവത്തിൽ ഇസ്രയേൽ അമേരിക്കയെ ഗത്യന്തരമില്ലാതെ ക്ഷണിച്ചു വരുത്തിയതാണ്. എന്നാൽ ഇതുപോലെ വിളി കേട്ടാൽ, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അടി വാങ്ങിച്ചു കൂട്ടും. അമേരിക്കയ്ക്ക് വാസ്തവത്തിൽ GCC രാജ്യങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതുൾപ്പെടെ സാമ്പത്തികപരമായും സൈനികപരമായും ഒക്കെ നഷ്ടങ്ങൾ വന്നതും അമേരിക്കൻ ജനത ആഗ്രഹിച്ചതല്ലായിരുന്നു ഈ യുദ്ധത്തിലുള്ള അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കെടുപ്പ് എന്ന് പ്രതിപക്ഷത്തിൻ്റെ മുഖമായ കമല ഹാരിസ് വളരെ വ്യക്തമായി മാധ്യമങ്ങളുടെ മുമ്പേ പറഞ്ഞത്. ഡെമോക്രാറ്റുകൾ ഒരു യുദ്ധസമരമായി ഏറ്റെടുത്തിരിക്കുന്നു. 50 സംസ്ഥാനങ്ങളിലും അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെയും പാർട്ടി നയങ്ങൾക്കെതിരെയും ഡൊണാൾഡ് ട്രംപിനെതിരെയും ഏകാധിപത്യ ഭരണത്തിനെതിരെയും JD വാൻസിനെതിരെയും ഒക്കെ നടത്തുന്ന പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, JD വാൻസ് ചില തീരുമാനങ്ങൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് പോയപ്പോൾ വീണ്ടും ഇസ്രായേൽ തുരങ്കം വെച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് താൽക്കാലിക മോചനം പോലും ഇല്ലാത്ത സ്ഥിതി വിശേഷമാണ് സംഭവിച്ചിരിക്കുന്നത്.